ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും വല്ലാതെ അത് ആശങ്കയിലാക്കി. ഇപ്പോൾ FCRAയുടെ കാര്യമെടുത്തുകൊണ്ട്, അതായത് വിദേശ വിനിമയ സംഭാവനകൾ നൽകുന്ന നിയമം, അതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ ബി.ജെ.പി സർക്കാർ നടത്തി. അത് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ രംഗത്ത് വരുന്നുണ്ട്. മാത്രമല്ല UDF അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം സിറോ മലബാർ സഭയുടെ തലവരായിട്ടുള്ള ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയും ഇതിന് സമാനമായ നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ FCRA എന്ന് പറയുന്നത് ഒരേ സമയം ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും പ്രതിസന്ധി ഇന്ന് പറയുന്നു. എന്തിനാണ് ഈ നിയമത്തിൽ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ബി.ജെ.പി സർക്കാർ നടത്തിയെന്നുകൂടി നമ്മൾ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകൾക്ക് വിദേശത്ത് നിന്ന് വലിയ തോതിൽ പണം ഒഴുകി വന്നു. അപ്പോൾ ചില സംഘടനകളുടെ, ചില ട്രസ്റ്റുകളുടെ ഒക്കെ പേരിൽ ധാരാളം പണം ഒഴുകി വരികയാണ്. ഈ പണം എന്തിന് വരുന്നു, എന്തിന് ചെലവഴിക്കുന്നു, ഇതൊന്നും സംബന്ധിച്ച് യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ UDF സർക്കാർ, പ്രത്യേകിച്ച് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് പിന്തുണ നൽകി. അപ്പോൾ സന്നദ്ധ സംഘടനകൾ, NGOകളൊക്കെ ഇവിടെ വലിയ തോതിൽ ഫണ്ട് സ്വീകരിക്കുന്നു. ശരി, സ്വീകരിച്ചോട്ടെ, അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെ ചെലവഴിക്കുന്നു, ഇതിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഇതാണ് സത്യത്തിൽ മോദി സർക്കാർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ, അതിൻ്റെ ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ, അത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ, ഇതൊക്കെ എന്തിനാണ് സഭാ നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത്? അവർക്ക് വരുന്ന ഫണ്ടിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് പരിശോധിക്കുമ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ളതോ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കറിയത്തില്ല. ഞാനിത് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലവട്ടം പല കാര്യങ്ങളും രാജ്യത്തുടനീളം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അതിനകത്ത് ശത്രു രാജ്യങ്ങളെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് രാജ്യത്തിനകത്തോട്ട് യുദ്ധം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാവുന്നത് പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളും അവരെ സഹായിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിനപ്പുറം പലവട്ടം നമ്മുടെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരുപക്ഷെ നമ്മുടെ സൈനിക മേധാവികളൊക്കെ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ സിനുവിനും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെ ശത്രുക്കൾ 2.5 എപ്പോഴും നമ്മൾ കരുതണം. അതായത് രണ്ട് രാജ്യങ്ങളും പിന്നെ ഒരു 0.5 കൂടെ. രണ്ട് രാജ്യങ്ങളും ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ചൈനയും പാകിസ്ഥാനുമായിരിക്കും, അല്ലെങ്കിൽ ചൈനയും ബംഗ്ലാദേശും ആയിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനും തുർക്കിയുമായിരിക്കും. മിനിമം രണ്ട് രാജ്യങ്ങൾ എപ്പോഴും നമ്മുടെ ശത്രുവായിട്ട് ഉണ്ടാകും എന്ന് കരുതിയിരിക്കണം. അതിൻ്റെ കൂടെ ഒരു 0.5 കൂടെ കരുതണം. ഈ 0.5 എവിടെ നിന്നറിയോ? രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കൾ. ഈ രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കളെ മറ്റവരെ നമുക്ക് ഉന്നം വെച്ചിരിക്കാം, അതിർത്തി സംരക്ഷിക്കാം, അല്ലെങ്കിൽ അവരടിക്കുമെന്ന് വിചാരിക്കാം. പക്ഷെ രാജ്യത്തിനകത്തെ ആഭ്യന്തര ശത്രുക്കൾ ആരാന്ന് തിരിച്ചറിയുന്നതിനകത്തും അവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിനകത്തും പാളിച്ച വന്നാൽ, വീഴ്ച വന്നാൽ ആ രാജ്യത്തിനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളാണല്ലോ ഇവിടുത്തെ പണ്ട് പരമ്പരാഗതമായിട്ട് സീരിയസ് ആയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നത്. അതെ, അല്ലെങ്കിൽ ആർക്കും പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഇത് ഓരോന്ന് 2014 ശേഷം നമ്മൾ പറയുമ്പം ഈ രാജ്യത്തിനകത്ത് സംഭവിക്കുന്ന, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ ഓരോന്നായിട്ട് പരിശോധിച്ച് വരുന്നതിനകത്ത് ആദ്യം സിനു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഉറ്റുനോക്കിയത് ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ, തീവ്രവാദികൾ, അവരുടെ മൊഡ്യൂളുകൾ, അവരുടെ സ്ലീപ്പർ സെല്ലുകൾ, അവരുടെ പ്രൊമോഷൻസ്, ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. ഇതിനകത്ത് നമ്മൾ ഇതുവരെ കേന്ദ്രീകരിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ, പല സായിപ്പിൻ്റെ രാജ്യം, ബ്രിട്ടൻ, പലയിടത്തുനിന്നും ഇവിടോട്ട് പല സംഘടനയ്ക്കും ഫണ്ട് വരുന്നുണ്ട്, പല NGOസിനും ഫണ്ട് വരുന്നുണ്ട്, പല കാര്യത്തിനും പറയും. ഇതിൻ്റെ എല്ലാം നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടേക്ക് ഫണ്ട് സ്വീകരിക്കുന്നതൊക്കെ ആതുര സേവനം, അല്ലെങ്കിൽ വനസംരക്ഷണം, അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനത്തിന് എതിരെയുള്ള പ്രവർത്തനം, ഇതുപോലെ കോളനികൾ, നമ്മുടെ ആദിവാസി കോളനി, മറ്റേ പല കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യമില്ലേ? ആദിവാസിക്ക് മരുന്ന് കൊടുക്കുന്നു, ആദിവാസിക്ക് വീട് വയ്ക്കുന്നു, ആദിവാസിക്ക് വസ്ത്രം കൊടുക്കുന്നു, മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇത് ഇറങ്ങിയിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മളുടെ പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് ദുർബലമായിട്ടുള്ള ഇടത്തും ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രത്യേക താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യക്കെതിരെ ഉള്ള ഒരു നീക്കം, അത്തരത്തിലുള്ള ആൾക്കാരെ വാർത്തെടുക്കുന്നതിനും അത് വോട്ടാക്കി മാറ്റുന്നതിനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ
അവര് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന്, സമരം സംഘടിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ കൂട്ടം ഉണ്ടാക്കുന്നതിന് ഒക്കെ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് അറിയാമല്ലോ, ഒരു പ്രധാനപ്പെട്ട ഇന്ത്യക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന, സൂചിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യക്കെതിരെ വളർത്തിക്കൊണ്ടുവരുന്ന അമേരിക്കയുടെ ഒരു തിട്ടൂര സാധനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കെല്ലാം മനസ്സിലാവും 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 സംസ്ഥാനം. ഇത് ഇന്ത്യ മഹാരാജ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് ശ്രദ്ധിക്കാതെ പോയ, ഒരുപക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഇന്ത്യയുടെ ഭാഗമല്ല ചോദിച്ചാൽ, അവിടെ നിന്ന് ചോദിച്ചാൽ പറയും ഇന്ത്യ എന്താ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അരുണാചൽ പലയിടത്ത് ഇന്ത്യ നമ്മുടെ രാജ്യം ഇന്ത്യയിലാന്ന് പറയുന്നത്, അല്ലല്ല ഞങ്ങൾക്ക് ഇന്ത്യ അറിയത്തില്ല, അല്ല ആ രീതിയിൽ പോലെയുള്ള ബോധം. അവിടെ എല്ലായിടത്തും മൊത്തവും ഭൂരിപക്ഷം ഇപ്പം ആരാ? ക്രൈസ്തവരാണ്. ഈ ക്രൈസ്തവരെ എല്ലാം ക്രൈസ്തവ സഭ, അല്ലെങ്കിൽ അവിടെ ഈ ക്രൈസ്തവരാവാൻ സാധിക്കും, അവിടെ ഇവാഞ്ചലിക് ക്രൈസ്റ്റ് മതം മാറ്റി അങ്ങനെ ആക്കിയതാണ്. അവരുടെ എങ്ങനെയാക്കി? അവർക്കില്ലായ്മ, വിദ്യാഭ്യാസം, മറ്റു മറിച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് ആക്കിയതാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ അവിടെ നമ്മൾ പരിശോധിക്കും, പല ഘട്ടങ്ങളിലും അവർ ഇന്ത്യ വിരുദ്ധരാണ്, ഇന്ത്യക്കെതിരെയാണ്, ഇന്ത്യക്ക് അനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത്. ഇവരെ ഒരുപക്ഷെ ഈ പറയുന്ന ഇന്ത്യയുടെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ഈ 7 സിസ്റ്റേഴ്സ് ഇന്ത്യയുടെ ശത്രുക്കൾക്ക്, ഒരു ബംഗ്ലാദേശ് ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ അവിടുന്ന് വീഴ്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലേക്കായിരുന്നു ഒരുപക്ഷെ 2014 വരെ അവിടുത്തെ അവസ്ഥ. ഇപ്പോഴാണല്ലോ അവിടെ സുരക്ഷിതമായ മേഖലയാക്കിയത്, ഇന്ത്യയുടെ ഭാഗമാക്കി. നിങ്ങൾക്കറിയാലോ, മണിപ്പൂരിൽ കലാപം നടന്നു. മണിപ്പൂർ കലാപം നടന്നപ്പോൾ കലാപത്തിന്റെ പിറകിൽ ഇവിടുത്തെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഇവിടുത്തെ പത്രങ്ങളുണ്ടായാലും മാധ്യമം ഉണ്ടായിരുന്നു. അമ്പലം തകർക്കുന്നു, പള്ളി തകർക്കുന്ന മാത്രം വന്നിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിലേക്കുള്ള ഒരു കലാപമാണെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, മണിപ്പൂർ കലാപത്തിന്റെ പിറകിൽ അമേരിക്കൻ ചാര സംഘടന, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടെന്നല്ലേ. അവിടുന്ന് വന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ചാരനെ പിടിച്ചു, അല്ലെങ്കിൽ അവന്റെ പുറകിൽ ഇത്രയും പേരുണ്ടായിരുന്നു. അവിടെ പലവട്ടവും അവിടെ പ്രശ്നമുണ്ടാക്കി ഇരുന്ന ആൾക്കാർ ഡ്രോണുകൾ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. ഒരുപക്ഷെ മിസൈൽ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ, ഒരു സംസ്ഥാനത്തിനകത്ത് ആ പ്രദേശത്തെ കലാപകാരികൾ മിസൈൽ ഉണ്ടാക്കി അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വസതിയുടെ മുകളിൽ വരെ വിടണമെങ്കിൽ, അതായത് ഭീകരവാദികൾ കാണിക്കുന്നതല്ലേ. ഇതിനാര് പ്രൊമോഷൻ കൊടുത്തു? ഇതാണ് ഇപ്പൊ ഈ അമേരിക്കയിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ മാത്യു വാൻഡേക്ക്, ആ ചാരന്റെ മാത്യു വാൻഡേക്കും 7 ഉക്രൈൻകാരും കൂടെ ഇന്ത്യയിൽ വന്നു. ഇവരെന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ശരിക്കും മണിപ്പൂരിൽ പോകാനുള്ള വിസയുമായിട്ട് വരും. ശരി, ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളൊക്കെ വരാമല്ലോ. 14 ഉക്രൈൻകാർ വന്നു. ഇവരെന്തിനു വന്നതിനെ കുറിച്ച് ധാരണയില്ല. ഇവരിവിടെ വരുന്നു, വന്നിട്ട് അനുമതിയില്ലാതെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ടുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പോയാൽ ഇവർക്ക് നേരെ ചെല്ലാൻ പറ്റുന്ന മ്യാൻമാറിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ പട്ടാള ഭരണമാണ്. അപ്പോൾ അവിടെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യക്കെതിരായിട്ട്, ചൈനയ്ക്കെതിരായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു ക്രൈസ്തവ രാജ്യം സൃഷ്ടിക്കണം. അതിന് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കുറച്ച് ഭാഗം വേണം, ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗം വേണം, നേപ്പാളിൻ്റെ കുറച്ച് ഭാഗം വേണം. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിൻ്റെ സമീപത്തായിട്ട് ഒരു ക്രൈസ്തവ രാജ്യം വേണം. ഈ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനാണ് ഈ ഇവാഞ്ചലിക്കൽ വിങ്ങിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇവാഞ്ചലിക്കൽ വിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അമേരിക്കയുടെ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി അവർ ചില പ്രവർത്തനം നടത്തും. എന്നിട്ട് ഇവിടെ ഈ കുക്കി മേത്തിയൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇവർക്ക് ഡ്രോൺ ഉപയോഗിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു. ഈ ഡ്രോൺ എവിടുന്നാണ് വരുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻതോതിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവരുപയോഗിച്ച M16 എന്ന് പറയുന്ന തോക്കാം. M16 എന്ന് പറയുന്ന അമേരിക്കയിലെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന തോക്കാം. അതെങ്ങനെ ഇവരുടെ കൈ കിട്ടി? അപ്പോൾ അമേരിക്ക വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ധാരാളം പണം കൊടുക്കുന്നു. പണം കൊടുത്തതിന് ശേഷം ഈ ഡ്രോൺ നിർമ്മിക്കാൻ, ഡ്രോൺ അസംബിൾ ചെയ്യാൻ, ഡ്രോൺ ഉപയോഗിക്കാൻ എല്ലാ പരിശീലനം കൊടുക്കുന്നു. അപ്പോൾ മാത്യു വാൻഡേക്ക് എന്ന് പറയുന്നത് ഒട്ടേറെ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കൂലിപ്പട്ടാളത്തെ കൊടുത്തുകൊണ്ട് അവിടെ സായുധ കലാപമൊക്കെ നടത്താൻ ശ്രമിക്കുന്ന ആളാണ്. ഇയാൾ 6 മാസമൊക്കെ വേറെ രാജ്യത്ത് ജയിലിൽ കിടന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിൽ വന്ന് ഈ ഉക്രൈൻകാരുമായിട്ട് തിരിച്ചു പോകാൻ പോയപ്പോഴാണ് നമ്മുടെ ഈ സുരക്ഷാ സേന പിടികൂടിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ FCRA പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഇത്തരത്തിൽ ഫണ്ട് ധാരാളമായി ഒഴുകി വരുന്നു. ചോദിക്കുമ്പോൾ എന്ത് പറയുന്നത്? NGO, ഞങ്ങൾ വനം സംരക്ഷിക്കാൻ, ഞങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പട്ടിണി മാറ്റാൻ, ഞങ്ങൾ വടക്കിഴക്കൻ വിദ്യാഭ്യാസം, ക്രൈസ്തവ സഭയെ വിപുലീകരിക്കാൻ. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരെന്താ വിചാരിക്കുന്നത്? ആ ക്രൈസ്തവ സഭയ്ക്കെതിരെയാണല്ലോ സർക്കാർ. അല്ല, ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്ന ഇവിടുത്തെ റാഡിക്കൽ ഇസ്ലാമിനെ പോലെയുള്ള, അല്ലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്
അതിന് സമാനമായിട്ട് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ ഇവാഞ്ചലിക്കൽ ടീമിനെ അമേരിക്ക സ്പോൺസർ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ഒരുപോലെ പ്രശ്നമാണെന്ന് ഈ പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ തോമസ് തറയിലും ഒക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ UDF വോട്ട് കൊടുക്കുന്നവരൊക്കെ വിശ്വസിക്കും BJP ഇതിനെതിരാണ്. സത്യത്തിൽ അതല്ല. ഇത്തരത്തിലുള്ള രാജ്യത്തിനകത്ത് ഗുരുതരമായ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ഫണ്ട് കട്ട് ചെയ്യാൻ, അതല്ലേ ശരി. ഈ പോപ്പുലർ ഫ്രണ്ടിന് എന്തുമാത്രം നമ്മള് പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അത് നിരോധിച്ചതിന് ശേഷം അതിന്റെ ഫണ്ട് ആദരസരണി അവരുടെ പല NGOസിന്റെയും സത്യസരണി അതിന്റെ അത് പ്രവർത്തനം നിലച്ചില്ല, അത് കണ്ടുകെട്ടിയേക്കുവാണ്.